വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാഭാഗം യെശയ്യാ പ്രവചനം 43 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 45 അധ്യായം 4 വാക്യം. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനതയെ വിദേശ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനായി 2 നൂറ്റാണ്ടോളം നിലനിന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ കോരശ് രാജാവിനെ ദൈവം നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ജാതികളെ കീഴടക്കുവാനും മറ്റു രാജാക്കന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സമ്പന്നതയെ, ഗുപ്തനിധികളെയും ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ഐശ്വര്യത്തിൻ്റെ കാലങ്ങളെയും അവിടെ നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എല്ലാ കാലങ്ങളിലുമുള്ള മാനവ സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണ് ഇന്നത്തെ വായനാ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്ത് നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അറിയാത്ത ദൈവം അഭിഷേകം ചെയ്യുന്നു. ഇസ്രായേൽ ജനതയുടെ വിടുതലിനായി കോരശ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നു എന്ന പദമാണ് പ്രവാചകൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് ദൈവത്തെ അറിയാത്ത ഒരു രാജാവിനെയാണ്. അങ്ങനെയെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവജനത്തിലൂടെ മാത്രമായിരിക്കില്ല, ദൈവജനമല്ലാത്ത വ്യക്തികളിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. നന്മയുടെയും ധാർമ്മികതയുടെയും ആളത്തങ്ങൾ കാലാകാലങ്ങളിൽ സമൂഹത്തിൽ പിറവിയെടുക്കുന്നു. അവരിലൂടെ ദൈവത്തിൻ്റെ വിടുതൽ സാധ്യമായി തീരുകയും ചെയ്യുന്നു. ഈ വ്യക്തികൾ പലപ്പോഴും തങ്ങൾക്ക് നിയോഗം നൽകിയ ദാതാവ് ആരെന്നറിയുന്നില്ല, എങ്കിലും അഭിഷേകമെന്ന പ്രക്രിയ സംഭവിക്കുന്നു. അങ്ങനെ തനിക്കറിയാത്ത ദാതാവിൽ നിന്നും അഭിഷേകം അഥവാ നിയോഗം പ്രാപിച്ച കോരശ് രാജാവ് അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് കാരണമായി തീരുകയാണ് ഇവിടെ. രണ്ടാമതായിട്ട്, അറിയാത്ത ദൈവം പേർ ചൊല്ലി വിളിക്കുന്നു. തന്നെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യനാകുകയാണ് ഇവിടെ കോരശ് രാജാവ്. വളരെ വ്യക്തിപരവും ആഴവുമായ ബന്ധത്തിൽ നിന്നും സ്നേഹവായ്പോടെ ഉപയോഗിക്കുന്ന ഒരു ചുരുക്കപ്പേരാണിത്. ഇസ്രായേൽ ജനത സൃഷ്ടാവായ ദൈവത്തെ അറിയുന്ന സ്വന്തം മക്കളായിരിക്കെ തന്നെ അറിയാത്ത മറ്റൊരുവനെയാണ് ഇവിടെ ദൈവം തിരഞ്ഞെടുക്കുകയും ദൗത്യത്തിനായി നിയോഗിക്കുകയും ചെയ്യുന്നത്. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്നെ അറിയുന്നവരെയും അറിയാത്തവരെയും ദൈവം സ്നേഹിക്കുന്നു. അതിനാൽ ദൈവജനത്തിൻ്റെ വിടുതലും പരിപാലനവും ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. നാം അറിയാത്ത വഴികളിലൂടെയും വ്യക്തികളിലൂടെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ദൈവം നമ്മെ അറിയുന്നവനാണ്, നമ്മെ വ്യക്തമായി അറിയുന്നവനാണ് ഈ ദൈവം. ഓമന പേർ ചൊല്ലി നമ്മെയും വിളിക്കുന്നവനാണ് ഈ ദൈവം. ആ വിളി കേൾക്കുവാനും ദൈവം നൽകുന്ന നിയോഗങ്ങൾ സ്വീകരിപ്പാനും അവൻ്റെ രക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുവാനും നമുക്കും സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പുതിയൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി നന്ദി പറയുന്നു. അങ്ങേ അറിയാത്തവരിൽ കൂടെയും അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും അടിയങ്ങളും അങ്ങേ അറിയാത്തവരായി തീർന്നു പോകാറുണ്ട്. ഞങ്ങളുടെ ആ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ രക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.